കൗമാരക്കാരിലും മുതിർന്നവരിലും സർവ്വസാധാരണയായി കാണപ്പെടുന്ന ഡിപ്രഷൻ കുട്ടികളിലും കാണപ്പെടാറുണ്ട്. ഇത്തരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഡിപ്രഷൻസിന്റെ സിംറ്റംസ് ഉണ്ടോ എന്നുള്ളത് അവരെക്കാളും കൂടുതലായി മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത് പാരൻസും അതുപോലെ അവരുടെ ടീച്ചേഴ്സുമാണ്. കണക്ക് പ്രകാരം ദിവസവും 28 കുട്ടികളോളം ഡിപ്രഷൻ കാരണം സൂയിസൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പാരൻസും ടീച്ചേഴ്സും ഡിപ്രഷൻ്റെ സിംറ്റംസ്, അതായത് കുട്ടികളിൽ കാണപ്പെടുന്ന ഡിപ്രഷൻ്റെ സിംറ്റംസ് തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. ഡിപ്രഷനുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമായിരിക്കും. ദേഷ്യത്തിലുപരി അവർക്കൊരു ആക്രമണ സ്വഭാവം ഉണ്ടായിരിക്കും. ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം കത്തി പോലുള്ള സംഭവങ്ങൾ അതായത് മൂർച്ചയുള്ള സംഭവങ്ങൾ കൊണ്ടായിരിക്കും ആക്രമണ സ്വഭാവം കാണിക്കപ്പെടാറ്. അതുപോലെ തന്നെ ഇത്തരം കുട്ടികൾക്ക് സോഷ്യൽ വിത്ഡ്രോവൽ, അതായത് സമൂഹത്തിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ള ടെൻഡൻസി ഭയങ്കരമായിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ ഉറക്കത്തിലുള്ള ബുദ്ധിമുട്ട്, അതായത് ഉറക്കം ഭയങ്കരമായിട്ട് കുറവ്, അതുപോലെ പുവർ കോൺസെൻട്രേഷന്, പഠന പ്രശ്നങ്ങള്, അതായത് പഠനത്തിലൊക്കെ ബുദ്ധിമുട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഇത്തരം കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് വയറുവേദന, ഹെഡ് ഏക്ക് എന്നൊക്കെ പറയുന്നതും സർവ്വസാധാരണയായി കാണപ്പെടാറുണ്ട്. അപ്പം ഇത്തരം കുട്ടികൾ നമ്മുടെ സമീപ പ്രദേശത്തോ അല്ലെങ്കിൽ നമുക്കറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ എപ്പോഴും ജെനുവിൻ ആയിട്ട് ഒരാളുണ്ട്, ഇതൊക്കെ ഒരു പ്രശ്നമല്ല എന്നുള്ള ഒരു അവയർനെസ് അവർക്ക് എന്ത് ചെയ്യണം, എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടണം. CBT പോലുള്ള പല മെത്തേഡുകളിൽ കൂടെ, പല തെറാപ്യൂട്ടിക് മെത്തേഡുകളിൽ കൂടെ ഇത്തരം പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം. അപ്പം തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം കൂടി തേടുക.